നമുക്ക് പിസ്സ ഉണ്ടാക്കിയാലോ? ഹലോ എവരി വൺ, വെൽക്കം ടു ബിന്ദുസ് വ്ളോഗ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വളരെ ഫേവറേറ്റ് ആയ പിസ്സയാണ്. അതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ തേനാണ്, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ ഈസ്റ്റ്. നമുക്ക് ആദ്യം ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആവാൻ വയ്ക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈസ്റ്റ് ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അത് ചെയ്യാൻ പോവുകയാണ്. അതിലേക്കായിട്ട് ഞാനൊരു ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച 2 ടീസ്പൂൺ ഈസ്റ്റ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ വെള്ളം ഒരിക്കലും തിളച്ച വെള്ളം ആവാൻ പാടില്ല. ജസ്റ്റ് ചൂടുവെള്ളത്തിലാണ് നമ്മളിത് ആക്കി വെക്കേണ്ടത്. ഇനി നമുക്കത് ഒരു 5-10 മിനിറ്റ് നമുക്കത് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇത് എത്രമാത്രം പൊന്തി വന്നു. നമ്മൾ ഈ പിസ്സയിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ മൈദയാണ്. ഇത് കറക്റ്റ് 1 കിലോ മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ പിസ്സയുടെ മാവ് കുഴയ്ക്കുന്നതിലേക്കായിട്ട് 600 ml വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നോർമൽ വാട്ടർ അതിനേക്കാളും ലേശം ചൂടുണ്ട്, എന്നാൽ ഹോട്ട് വാട്ടറും അല്ല, ഒരു വാം വാട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ച ഈസ്റ്റ് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് ഇത് ഇവിടെ അങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ മൈദ ഒരു നല്ല വട്ടുള്ള ഒരു പാത്രത്തിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് കുറേശ്ശെ ഇതെല്ലാം ചേർത്തിട്ട് കുറേശ്ശെ നമ്മൾ കുഴച്ച് വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ ഐറ്റംസ് കുറേശ്ശെ അതിൽ ഒഴിച്ചു കൊടുത്ത് പതുക്കെ നമുക്ക് കുഴയ്ക്കാം. നമ്മൾ എടുത്തു വെച്ച ഹണി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ പിസ്സയുടെ മാവ് ഏകദേശം നമ്മളിങ്ങനെ കുഴച്ചിങ്ങനെ എത്തിച്ചിട്ടുണ്ട്. അത് നമ്മളിനി നന്നായിട്ട് ലേശം കൈമൊക്കെ ഒട്ടാത്ത വിധത്തിലാക്കണമെങ്കിൽ നമുക്ക് അല്പം ഒലിവ് ഓയിൽ അതിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ച് നമുക്ക് നന്നായിട്ട് കുഴയ്ക്കണം. അപ്പോൾ നമ്മുടെ പിസ്സയുടെ മാവ് ഒരുവിധം നന്നായിട്ട് കുഴച്ച് ഒലിവ് ഓയിലും എല്ലാം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3-4 മണിക്കൂർ നമുക്കിത് ഈ മാവ് ഇങ്ങനെ ഒന്ന് പൊന്തി വരാൻ വയ്ക്കണം. അപ്പോൾ ഞാനതൊരു വലിയ കുണ്ടുള്ളൊരു പാത്രത്തിലാണ് ഞാനത് വയ്ക്കുന്നത്. അപ്പോൾ നമ്മളുടെ പിസ്സയുടെ മാവ് ഏകദേശം കുഴച്ച് നല്ല പരിവാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 2-3 മണിക്കൂർ നമുക്ക് നല്ലൊരു പാത്രത്തിൽ, ഇത്തിരി വട്ടുള്ള പാത്രത്തിലേക്ക് നമുക്കത് ഇത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് മൂടി വയ്ക്കാം. നമ്മൾ നല്ലൊരു വലിയ പാത്രത്തിലാണ് ഈ മാവ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കത് ഒരു 2-3 മണിക്കൂർ നേരം മൂടി വയ്ക്കാം. അപ്പം നമ്മളുടെ 2 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച പിസ്സയുടെ മാവ് ഏകദേശം നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ പിസ്സയുടെ ടോപ്പിങ്സിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ചെറിയ പീസുകളായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഇതെടുത്തിട്ടുണ്ട്, ഒലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പിള്ളേർക്കൊക്കെ ഇത് ഇടുന്നത് ഇഷ്ടമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ സോസേജ് എടുത്തിരിക്കുന്നത്. പിന്നെ ബ്ലാക്ക് കളർ ഒലീവ്സ്,
പിന്നെ നമുക്ക് സ്പൈസി വേണമെങ്കിൽ നമുക്ക് ഇത് ജലാപ്പിന് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ മേലെ ഇടുന്നതിന് വേണ്ടിയിട്ട് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്, ചെദ്ദാർ ചീസ് എടുത്തിട്ടുണ്ട്. ഈ ചീസ് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ടോപ്പിങ്സിനായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്കത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ടോപ്പിങ്സ് ഡിഫറെൻ്റായിട്ട് ഇടാം. അപ്പോൾ നമ്മുടെ പിസയുടെ മാവ് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇത് മുറിച്ചെടുക്കാം. നമ്മൾ ആ പിസയ്ക്കുള്ള മാവൊക്കെ നമ്മൾ ഇതുപോലെ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് പരത്തി നമുക്ക് എടുക്കാം. നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഈ കുക്കിംഗ് റേഞ്ചിൻ്റെ അടിയിൽ ഇതിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. ഞാനിതിൽ ഒരു അലുമിനിയം ഫോയിൽ വിരിച്ചിട്ടാണ് നമ്മുടെ പിസ്സ ഇതിലേക്ക് വെക്കാൻ പോകുന്നത്. നമ്മളിനി പിസ്സയുടെ മാവ് നമ്മൾ പരത്തിയെടുക്കാൻ പോവാണ്. നമ്മൾ പിസ്സയുടെ മാവ് ഇതുപോലെ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ഒരു ഷേപ്പാക്കി കൊടുക്കാം. നമുക്കിങ്ങനെ ഓരോ ഉരുളകൾ ഇതിൽ ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളുടെ പിസ്സയുടെ ബേസ് നമ്മൾ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ ടോപ്പിങ്സ് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ അതിന്മേ ടൊമാറ്റോ സോസാണ് ആദ്യം അതിൽ പുരട്ടി കൊടുക്കുന്നത്. ആദ്യം ഞാൻ അടിയിൽ കുറച്ച് ടൊമാറ്റോ സോസ് പുരട്ടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മേലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെജിറ്റബിൾസും ചിക്കൻസൊക്കെ ഇട്ട് വയ്ക്കുന്നത്. ഞാനിത് ഈ 3 പിസ്സ പലതരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഒന്നിൽ ചിക്കനും അല്പം വെജിറ്റബിളും ഇട്ടിട്ട് ആദ്യത്തെ ഞാൻ അങ്ങനത്തെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ചെദ്ദാർ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് കുറച്ച് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ പിസ്സയിൽ ഞാൻ വെജിറ്റബിൾ മാത്രമാണ് ഇടുന്നത്. ഞാൻ കുറച്ച് ക്യാപ്സിക്കം, ഒലീവ്സ് അത് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കാരണം ചിക്കൻ കഴിക്കാത്തവർക്ക് വെജിറ്റബിൾ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ മൂന്നാമത്തേൽ സോസേജാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ ഓരോന്നിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ടോപ്പിങ്സും ചീസും എല്ലാം ഇട്ട് വെച്ച പിസ്സ നമുക്ക് കുക്കിംഗ് റേഞ്ചിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഓൾറെഡി ഞാൻ കത്തിച്ചത് പ്രീ ഹീറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു കൊടുക്കാം. നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അത് എന്തായെന്ന് നോക്കാം. നമ്മൾ ഈ കുക്കിംഗ് റേഞ്ചിൻ്റെ അടിയിൽ വെക്കാതെ തന്നെ നമുക്ക് ഫ്രൈങ് പാനിൽ പിസ്സ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും കുക്കിംഗ് റേഞ്ച് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫ്രൈങ് പാനിൽ വെച്ചിട്ട് എങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ തീ ആദ്യം കത്തിച്ചിട്ട് ഈ ഫ്രൈങ് പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ പിന്നെ സിമ്മിലിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിസ്സ അതിൽ ഇട്ട് കൊടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പിസ്സ എന്തായെന്ന് നോക്കാം. ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട്. നമുക്കൊന്നൊരു 2 മിനിറ്റും കൂടി വയ്ക്കാം. ഞാനിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇത് സിമ്മിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അതിൽ ടോപ്പിങ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ടൊമാറ്റോ സോസാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ടോപ്പിങ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ പാൻ ഒന്ന് മൂടി വെച്ച് സിമ്മിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം.
അപ്പോൾ നമ്മളുടെ അടിപൊളി പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതെടുത്ത് ഇതിന് താഴേക്ക് മാറ്റാം. നമ്മുടെ ഫ്രൈ പാനിൽ വെച്ച പിസ്സ എന്തായെന്ന് നോക്കാം. ഇതും ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി പിസ്സ മുറിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിനി എൻ്റെ മകൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അവർക്കൊക്കെ ഒന്ന് കൊടുക്കാം. സൂപ്പർ. എനിക്കൊന്നും പറയാൻ ഇത്ര ഒരു പിസ്സയുടെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. സൂപ്പർ അടിപൊളി, സൂപ്പർ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്.